ശബരിമല സ്വർണ്ണക്കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കി എഫ്ഐആർ. ദ്വാരപാലക പാളികളിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ജീവനക്കാരും പ്രതികളാകും. അതേസമയം അഴിച്ചെടുത്ത പാളിക്ക് പകരം മറ്റൊരു പാളിയിലാണ് സ്വർണം പൂശിയത് എന്ന മഹസർ വിവരങ്ങളും പുറത്തുവന്നു. ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകിയ നോട്ടീസ് പ്രകാരം പോറ്റി നാളെ ശബരിമലയിൽ ഹാജരാകണം. കേസിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാകും ഹാജരാകുക എന്നതാണ് വിവരം. ഈ വാർത്തയുടെ സമഗ്ര റിപ്പോർട്ടുമായി എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശാലിനി, ആദ്യം നമുക്ക് ക്രൈംബ്രാഞ്ച് എടുത്ത എഫ്ഐആറിലേക്ക് വരാം. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനമായും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. മറ്റ് ദേവസ്വം ജീവനക്കാരും പ്രതിസ്ഥാനത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എഫ്ഐആറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നോ ശാലിനി? നീലിമ, വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പ്രതികളാണ് ഈ കേസിലുള്ളത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. 2 കേസുകളാണ്, 2 എഫ്ഐആറുകളായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഒന്നാമത്തെ എഫ്ഐആർ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കളവായ അല്ലെങ്കിൽ കവർച്ച നടത്തിയ കേസുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആറും മറ്റൊന്ന് വാതിൽപ്പടിയിലെ സ്വർണം പോയതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എഫ്ഐആറുമാണ്. ഈ 2 എഫ്ഐആറിലും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൂടാതെ തന്നെ ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെ 10 പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഈ എഫ്ഐആറിൽ പറയുന്നു. കൂടാതെ തന്നെ പ്രധാനമായും ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് കവർച്ച, കൂടാതെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ വകുപ്പുകൾ ചുമത്താനും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. പ്രധാനമായും ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ പ്രതി? മറ്റ് 10 ഉൾപ്പെട്ടിട്ടുള്ള 10 പ്രതികൾ, അത് ദേവസ്വം ജീവനക്കാർ അടക്കമുള്ളവരുണ്ട്. മുൻപ് കോടതിയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൈമാറുന്ന സമയത്ത്, എടുക്കുന്ന സമയത്തടക്കം അവിടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണോ അവരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പത്തനംതിട്ടയിൽ ഹാജരാകണം, ശബരിമലയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അഭിഭാഷകനായിരിക്കും എത്തുക എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു എഫ്ഐആറിൽ 2 എഫ്ഐആറിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ക്രൈംബ്രാഞ്ച് ഈ ഒരു എഫ്ഐആർ ഇട്ടതുകൊണ്ട് മാത്രം അന്വേഷണം മുന്നോട്ട് പോകുമോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റു ഉദ്യോഗസ്ഥരുടെ മുകളിൽ പഴിചാരിക്കൊണ്ട് മുഖം രക്ഷിക്കൽ നടപടിയാണോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായക നടപടിയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള എഫ്ഐആർ അന്വേഷണ പ്രത്യേക SITക്ക് നൽകിയിട്ടുമുണ്ട്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നീലിമ. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.